നിരന്തരം ബി.ജെ.പിയുടെ സഖ്യകക്ഷിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ള കുത്തുവാക്ക് സഹിക്കാൻ കഴിയാതെ ഒടുക്കം ബി.ജെ.പി സ്ഥാനാർത്ഥികളുടെ നാവിന് വിലക്കിടാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നു. കണ്ണിൽ പൊടിയിടുന്നു എന്നും വേണമെങ്കിൽ പറയാം. ഇതാ ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുകയാണ്. പഞ്ചാബിൽ കർഷകരെ ഭീഷണിപ്പെടുത്തിയ ബി.ജെ.പി സ്ഥാനാർത്ഥിക്കാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. ഫരീദ്കോട്ട് സ്ഥാനാർത്ഥിയായ ഹൻസ് രാജ് ഹൻസ് ആണ് കർഷകരെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. പത്മശ്രീ അവാർഡ് ജേതാവായ ഹൻസ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ നടത്തിയ പ്രസംഗത്തിനിടെ കർഷകരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് കമ്മീഷന് ലഭിച്ചിരിക്കുന്ന പരാതി. പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായും പരാതിയിൽ പറയുന്നുണ്ട്. വീഡിയോയിൽ തന്നെ എതിർക്കുന്നവരെ ജൂൺ 1 ശേഷം കൈകാര്യം ചെയ്യുമെന്ന് ഹൻസ് പറയുന്നതായി കാണാമെന്നും SKM ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതോടെ സംയുക്ത കിസാൻ മോർച്ചയും ഒപ്പം ആം ആദ്മി പാർട്ടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഇതോടെയാണ് ഇവന്മാര് ചുമ്മാതിരുത്തില്ല എന്ന് തോന്നിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൻസ് രാജിന് നോട്ടീസ് അയച്ചത്. ഹൻസ് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ട ലംഘനം മാത്രമല്ല, ഇന്ത്യൻ ശിക്ഷാ നിയമവും ലംഘിച്ചുവെന്നും ആം ആദ്മി പാർട്ടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ശിരോമണി അകാലിദൾ പാർട്ടി നേതാവ് ബിക്രം സിംഗ് മിസ്ബിയാണ് ഹൻസ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹൻസിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഞായറാഴ്ച പഞ്ചാബിൽ ഉണ്ടായതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പഞ്ചാബിലെ മണി സിംഗ് വാല എന്ന ഗ്രാമത്തിൽ നടന്ന ഹൻസിന്റെ പ്രചാരണ പരിപാടി കർഷകർ തടസ്സപ്പെടുത്തുകയും ചെയ്തു. പ്രതിരോധം പിരിമുറുകിയതോടെ പിന്നാലെ ഫരീദ്കോട്ട് റിട്ടേണിംഗ് ഓഫീസറും ഡെപ്യൂട്ടി കമ്മീഷണറുമായ വിനീത് കുമാർ നോട്ടീസ് അയക്കുകയായിരുന്നു. ഇതിപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകെ കൺഫ്യൂഷനിലാണ്. തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ശ്രദ്ധിക്കണോ അതോ ബി.ജെ.പി നേതാക്കൾക്ക് നോട്ടീസ് അയക്കണോ എന്നുള്ള അങ്കലാപ്പിൽ. എന്തായാലും നോട്ടീസുകൾ വാരിക്കൂട്ടാൻ ഇനിയും കുറേ എണ്ണം ബാക്കിയുണ്ട്.